ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് എൻ്റെ അമ്മയുടെ കുറേ നാളത്തെ ആഗ്രഹം സാധിക്കാൻ പോകുന്നൊരു ദിവസമാണ്. അതായത് എപ്പോഴും പറയും എൻ്റെ പഴയ പോലെ മുടി എനിക്കൊന്ന് സ്ട്രെയിറ്റ് ആയിട്ട് കാണണം എന്ന്. അപ്പോൾ ഞാൻ ബിഫോർ പിക്ക് എടുത്ത് വെക്കാൻ മറന്നു. അതുകൊണ്ട് ഞാൻ നേരത്തെ ഒരു വീഡിയോ ഒന്ന് ആഡ് ചെയ്യുകയാണ്. അപ്പോൾ ഇത്രയും കേളി ആയിട്ടുള്ള ഹെയർ നമ്മളൊന്ന് സ്ട്രെയിറ്റ് ചെയ്യാൻ പോകണം. അപ്പം പണ്ടമ്മയ്ക്ക് നല്ല നീളമുള്ള മുടിയായിരുന്നു, നല്ല ഉള്ളുമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അത് ഫുൾ കൊഴിഞ്ഞൊക്കെ പോയി. അങ്ങനെ ഇപ്പോൾ ഭയങ്കര കേളിയായി, ഒട്ടും ഉള്ളില്ലാതായി. അപ്പോൾ അമ്മയ്ക്ക് ഒട്ടും ഭയങ്കര ഇൻസെക്യൂരിറ്റി ആയിരുന്നു, എനിക്ക് മുടിയില്ല, എൻ്റെ പഴയ മുടി മിസ് ചെയ്യുന്നു. അങ്ങനെ അപ്പോൾ സ്ട്രെയിറ്റ് ചെയ്ത് കണ്ടപ്പോൾ ഭയങ്കര ഹാപ്പിയായി. അപ്പോൾ അങ്ങനെ നമ്മൾ ഒരു സലൂൺ ഡേറ്റിന് പോകാമെന്ന് ഓർത്തു. സത്യത്തിൽ ആദ്യത്തെ ഹെയർ വാഷ് കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ ഞെട്ടിപ്പോയി. കാരണം ഇത്രയും ലെങ്ത് അമ്മയുടെ മുടിക്കുണ്ടായിരുന്നോ. ഞാൻ വിചാരിച്ചത് ഈ കേളി ഹെയറൊക്കെ സ്ട്രെയിറ്റൻ ആക്കി കഴിഞ്ഞാൽ ഉള്ളു കുറയുമല്ലോ. പക്ഷെ അമ്മയ്ക്ക് അത്യാവശ്യം ഉള്ളും ഉണ്ടായിരുന്നു. പിന്നെ ഫേസേ ചേഞ്ച് ആയിപ്പോയി, നല്ല ചേഞ്ച് ഉണ്ടായിരുന്നു അമ്മയ്ക്ക്. എന്തെങ്കിലുമൊക്കെ ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്യണം എന്നുണ്ടായിരുന്നു. അപ്പം ഇത്ര നാളും കേളിയായിട്ട് കിടന്നുകൊണ്ട് ഒന്ന് സ്ട്രെയിറ്റനായി കാണണം എന്നുള്ളതുകൊണ്ട് സ്ട്രെയിറ്റൻ ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോൾ ഫസ്റ്റ് അവരൊരു ക്രീം അപ്ലൈ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് അത് ഹെയർ വാഷ് ചെയ്തിട്ട് രണ്ടാമത് വേറൊരു ക്രീം അപ്ലൈ ചെയ്തു. എന്നിട്ട് അതും കുറച്ച് കഴിഞ്ഞ് ഹെയർ വാഷ് ചെയ്ത് കളഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ സ്ട്രെയിറ്റനിങ്ങും ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്ത്. അപ്പോൾ അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു, എന്തായാലും സ്ട്രെയിറ്റൻ ചെയ്യാൻ പോവില്ലേ, നീയും നിൻ്റെ ഹെയർ കട്ട് ചെയ്യാതെല്ലാം പറഞ്ഞ്. എന്നേക്കാൾ ആഗ്രഹം എൻ്റെ അമ്മയ്ക്കാണ് എൻ്റെ ഷോർട്ട് ഹെയർ കാണാനായിട്ട്. ഞാൻ സത്യത്തിൽ ഒറ്റ മൈൻഡിലൊക്കെ ഷോർട്ടാക്കാം. എപ്പോഴും എനിക്കിങ്ങനെ ഒരു മിഡിൽ ലെങ്ത് അങ്ങനെയൊക്കെ ആയിരിക്കും മുടി കിടക്കുക. അപ്പോൾ ഞാൻ മനസ്സിൽ വിചാരിച്ചത് കുറച്ചുകൂടെ ഷോർട്ടാക്കാമെന്നായിരുന്നു, ഷോൾഡറിൻ്റെ തൊട്ട് മേളിലൊക്കെ കിടക്കുന്ന പോലെ. പക്ഷെ അവിടെ ചെന്നിരുന്നപ്പോൾ ഒരു പേടി, വെട്ടിയപ്പോഴത്തേനും അത്രയും ലെന്ത് പോകുന്നതുകൊണ്ട് ഞാൻ വിചാരിച്ച അത്ര വെട്ടിയില്ല, എങ്കിലും ഷോർട്ടാക്കി. പക്ഷേ ഹാപ്പിയാണ്, എനിക്കിഷ്ടമാണ് ഷോർട്ട് ഹെയർ. ഭയങ്കര മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ ഭയങ്കര എളുപ്പമായതുകൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പം വേണോ വേണ്ടയോ അങ്ങനെ ഒരു മൈൻഡിൽ ഇറങ്ങിയ, എന്തായാലും സ്പാ ചെയ്യാം എന്നൊരു മൈൻഡായിരുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് പിന്നെ വെട്ടാം എന്നങ്ങ് വിചാരിച്ചു. പിന്നെ അമ്മയും സപ്പോർട്ടായതുകൊണ്ട് എൻ്റെ അത്യാവശ്യം സ്ട്രെയിറ്റ് ഹെയറാണ്. ഈ സ്ട്രെയിറ്റ് ഹെയറിൻ്റെയും വേവിയുടെയും മിഡിലായിട്ട് വരുന്ന ടൈപ്പാണ്. പിന്നെ അവിടെ ചെന്ന് സ്പായൊക്കെ തന്നു, സ്ട്രെയിറ്റനൊക്കെ ചെയ്തു. അങ്ങനെ ഹെയർ കട്ടും കഴിഞ്ഞു, സ്പായും കഴിഞ്ഞു. അമ്മയപ്പോഴത്തേനും ഫസ്റ്റ് ക്രീം അപ്ലൈ ചെയ്തിട്ട് അത് ഹെയർ വാഷ് കഴിഞ്ഞ് വന്ന് സെക്കൻഡ് ക്രീം അപ്ലൈ ചെയ്യുക. അമ്മയ്ക്ക് അത് കുറേ ടൈം എടുത്തത്. ഞങ്ങളാണ് ഒരു 12:30 ആ ടൈമിലാണ് പോയത്. അപ്പം വിശന്നിട്ട് വയ്യായിരുന്നു. പിന്നെ ഞങ്ങൾ ബർഗറൊക്കെ മേടിച്ച് കഴിച്ച് അങ്ങനെ വൈബായിട്ടിരുന്ന്. പറയാതിരിക്കാൻ പറ്റാത്ത കാര്യം, ഞങ്ങൾ ഈ ബ്യൂട്ടി പാർലറിൽ ജസ്റ്റ് റാൻഡം ആയിട്ട് കയറിയതാണ്. ഇത് കോട്ടയം സെൻട്രൽ ജംഗ്ഷനിൽ തന്നെയുള്ള ബ്യൂട്ടി പാർലറാണ്, ഓർക്കിഡ് എന്ന് പറയുന്നത്. അപ്പോൾ ജസ്റ്റ് റാൻഡമായിട്ട് കയറി ഇങ്ങനെ സ്ട്രെയിറ്റനിങ്ങിൻ്റെ കാര്യമൊക്കെ ചോദിച്ചു. എന്നിട്ട് ഞങ്ങൾ ഒരു ദിവസം വരാമെന്ന് പറഞ്ഞു. പക്ഷേ രശ്മി ചേച്ചി അടിപൊളിയായിരുന്നു. എനിക്കാണെങ്കിൽ ഇങ്ങനൊരു ബ്യൂട്ടി പാർലറൊക്കെ ഇരിക്കുമ്പോൾ ഇത്രയും മണിക്കൂർ ഇരിക്കേണ്ടതല്ലേ, ഇപ്പോൾ പോസ്റ്റ് അടിച്ചിരിക്കാതെ കമ്പനി ആണെങ്കിൽ നല്ല വൈബായിരിക്കുമല്ലോ. അയ്യോ, രശ്മി ചേച്ചി അടിപൊളിയായിരുന്നു, നല്ല കമ്പനിയായിരുന്നു. ഞങ്ങളായിട്ട് കുറേ സംസാരിച്ച് വൈബായിട്ട് എനിക്ക് നല്ല ഫ്രീഡമായിരുന്നു. നമുക്ക് ഭയങ്കര കമ്പനി അടിച്ചൊക്കെ ഇരുന്ന് നല്ല വൈബായിരുന്നു. അതിൻ്റെ കൂടെ ജിജി ആൻറ്റി ഉണ്ടായിരുന്നു, ആൻറ്റിയും വൈബായിരുന്നു. മൊത്തത്തിൽ അടിപൊളിയായിരുന്നു. അത്രയും ടൈം പോയതേ അറിഞ്ഞിട്ടില്ല. ഞങ്ങൾ ഫുൾ അടിച്ചുപൊളിയായിരുന്നു, കഥയൊക്കെ പറഞ്ഞ്. അങ്ങനെ ടൈം പെട്ടെന്ന് പോയി. ഞാൻ അങ്ങനെ ഒരു ലോങ് ഹെയറിൻ്റെ ഫാനല്ല. ചിലപ്പോൾ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പാടായതുകൊണ്ടായിരിക്കും. പിന്നെ എൻ്റെ അമ്മയ്ക്കും ഭയങ്കര ഇഷ്ടം ഷോർട്ട് ഹെയറാണ്. എപ്പോഴും എൻ്റെ അടുത്ത് പറയും ഷോർട്ടാക്ക്. എനിക്കും എന്നെ കൂടുതൽ ഷോർട്ട് ഹെയറിലാണ് ഇഷ്ടം. അങ്ങനെ ഹെയർ കട്ടും കഴിഞ്ഞു, അമ്മയുടെ സ്ട്രെയിറ്റനിങ്ങും കഴിഞ്ഞു. എനിക്ക് എൻ്റെ മുടി പിന്നെ ഞാൻ ഇടയ്ക്ക് ഷോർട്ടാക്കുന്നതുകൊണ്ട് അങ്ങനെ വലിയൊരു മാറ്റം എനിക്ക് ഫീൽ ചെയ്തില്ല. പക്ഷെ അമ്മയുടെ ഹെയർ ആയിരുന്നു. കാരണം ഇത്രയും വർഷവും നമ്മൾ അങ്ങനെ കേളി ഹെയറിൽ കണ്ടിട്ട് അയ്യോ, പെട്ടെന്നൊരു ചേഞ്ച് വന്നപ്പോൾ ഭയങ്കര ഫേസേ മാറിപ്പോയി. ഭയങ്കര ചേഞ്ചായിരുന്നു. എല്ലാവരും വീട്ടിൽ വന്നിട്ടാണ് എല്ലാവരെയും കാണിച്ചപ്പോൾ എല്ലാവർക്കും ഞെട്ടലായിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, എല്ലാവർക്കും ഭയങ്കര രസമുണ്ടായിരുന്നു കാണാൻ. പണ്ടത്തെ അമ്മയുടെ മുടിയുടെ പകുതി പോലും എനിക്ക് കിട്ടിയിട്ടില്ല. അതിൻ്റെ വിഷമമുണ്ട്, എന്നാലും കുഴപ്പമില്ല. ഞാൻ എന്നിട്ട് അമ്മയുടെ അടുത്ത് പറയായിരുന്നു, ഇപ്പോൾ നമ്മുടെ രണ്ടുപേരുടെയും ഹെയർ ഒരേപോലെ ആയി. ഇതാണ് രശ്മി ചേച്ചി. ഇത്രയും ടൈം വേണ്ട ഒരു പ്രൊസീജിയർ, ടൈം പോയതേ ഞങ്ങൾ അറിഞ്ഞില്ല. കാരണം അത്രയും കമ്പനിയായിരുന്നു. പിന്നെ ഫസ്റ്റ് ടൈം ചെയ്യുന്നതുകൊണ്ട് കുറേ ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ക്ലിയർ ചെയ്ത് വന്നു. പിന്നെ റിസൾട്ട് ഞാൻ പറയണ്ടല്ലോ, കണ്ടാൽ തന്നെ ആ ചേഞ്ച് മനസ്സിലാവും. ഹെയർ കട്ടാണെങ്കിലും സ്ട്രെയിറ്റനിങ് ആണെങ്കിലും എല്ലാം ജിജി അടിപൊളിയായിട്ടാണ് ചെയ്തത്. പിന്നെ എനിക്ക് സ്പാ ചെയ്ത് തന്നത് ജിജി ആൻറ്റിയാണ്, അതും അടിപൊളിയായിരുന്നു. അമ്മയുടെ കുറേ നാളത്തെ ആഗ്രഹവും എല്ലാം സാധിച്ചൊരു ഫൺ ഡേ ആയിരുന്നു, അടിപൊളി ദിവസമായിരുന്നു. അപ്പോൾ നമ്മുടെ ബ്യൂട്ടി പാർലർ വരുന്നത് കോട്ടയം സെൻട്രൽ ജംഗ്ഷനിൽ തന്നെയാണ്, ഓർക്കിഡ് ബ്യൂട്ടി പാർലർ.
ചേച്ചിയുടെ പേര് രശ്മി അനുരൂപ് എന്നാണ്. ഞാൻ നമ്പറൊക്കെ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ഫ്രം ഗായത്രി.